വേണം? ഉമ്മ ഇത് ഇവിടെ തരാൻ പറഞ്ഞു. ആ ശരി. എന്തേ? അതെ, 2 ദിവസമായി ഒരു കാര്യം പറയണം പറഞ്ഞിട്ട് വിചാരിക്കണേ. പറയാൻ പറ്റിയിട്ട. ഇനി പിന്നെ ഒരു ദിവസം പറയാം. വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഞാനിപ്പോ വെള്ളം എടുത്തിട്ട് വരാം. നീ നിക്ക്, മരുമകള് കൊണ്ടുവരും. മരുമകളെ, കുറച്ച് കുടിക്കാൻ വെള്ളം കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം. ഇതപ്പാ. അപ്പുറത്തെ വീട്ടുകാരെങ്ങനെ? നല്ല ആൾക്കാരാണോ? നല്ല സ്വഭാവമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ ആ കുട്ടിക്ക് ആകെ 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെക്കൻ ഇവിടെ തന്നെയാണ് കളിച്ച് വളർന്നതൊക്കെ. പാവം, എന്റെ മാനിക്ക് കല്യാണം കഴിഞ്ഞു. അവനിക്ക് കുറെ പെണ്ണൊക്കെ നോക്കി, അവനിക്ക് ശരിയായില്ല. എന്റെ ഷമീറിന്റെ 3 വയസ്സിന് മൂത്തതാണ് അവൻ. എന്താ ചെയ്യാ, ഓരോരുത്തന്റെ വിധി, അല്ലാണ്ട് എന്താണ്. നീ വന്നതിന് ശേഷം അവനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല അല്ലേ? ഞാൻ പിന്നെ ഒരു ദിവസം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടേ പരിചയപ്പെടുത്തി തരാം. എന്താ ഇപ്പൊ ചോദിക്കാൻ കാര്യം? അല്ല, അവിടുത്തെ ആ ചെക്കനെ ഇത് കൊണ്ടു തന്നു. ഞാൻ ഈ പാത്രത്തിലേ ചക്ക കൊടുത്തു വിട്ടതാണ്. കണ്ടില്ലേ, അവള് വെറും പാത്രം കൊടുത്തയക്കേണ്ട പറഞ്ഞിട്ട് അതിൽ പായസം കൊടുത്തു വിട്ടിരിക്കുന്നുണ്ടില്ലേ. അവളുടെ ഒരു കാര്യം. ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടേ വേറൊരു ദിവസം പരിചയപ്പെടുത്തി തരാം. ശരിമ്മ. അപ്പൊ വിചാരിച്ച പോലെ കുഴപ്പക്കാരനൊന്നും അല്ല തോന്നണു. എന്തോ പറയാനുണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ. സബി, ഇപ്പൊ നല്ല വെയിലുണ്ട്. ഈ തുണികളൊക്കെ കൊണ്ടുപോയിട്ടേ തിരുമ്പിയിട്. പിന്നേക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ തിരുമ്പിട്ടാ. ഞാൻ ഇപ്പൊ തന്നെ പോയി തിരുമ്പമ്മ. സബി, ഒന്നുകൂടെ വാ. അമ്മ, നിങ്ങൾ എപ്പോഴാ വരുന്നത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചത്. എന്താ വിശേഷം? സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാണക്കാ. നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം മാത്രം തന്നെ ഉള്ളൂ. അവിടെ മഴയൊക്കെ ഉണ്ടാ? ഇവിടെ നല്ല മഴയാണ്. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നുണ്ട്. ഉമ്മയും ഉപ്പയൊക്കെയോ ഉറങ്ങിയാ? ഉമ്മയും ഉപ്പയൊക്കെ പാവം തന്നെയാണ്. വാപ്പ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ വാങ്ങിയിട്ട് വരും. അവരൊക്കെ നന്നായി നോക്കുന്നുണ്ട് എന്നെ. ഇക്ക, 1 മിനിറ്റ്, ഞാനിപ്പോ വരാം. ഫോൺ കട്ട് ചെയ്യണ്ട.
ആ ഇക്ക പറയ്. എന്താണ്, എവിടെ പോയി? ഒന്നുമില്ലക്ക, ഡോറിന്റെ അവിടെ ആരോ നിൽക്കണ പോലെ തോന്നി. അപ്പൊ ഒന്ന് വെറുതെ പോയി നോക്കിയതായിരുന്നു. ആരാണ്? ആരുമില്ല. ഞാൻ പോയി നോക്കിയപ്പോ അവിടെ ആരെയും കണ്ടില്ല. എനിക്ക് വെറുതെ തോന്നിയതായിരുന്നു. അല്ലെങ്കിൽ നീയും ഞാനും സംസാരിക്കുന്നത് ഇപ്പൊ ഒളിഞ്ഞു കേൾക്കാൻ മാത്രം അവിടെ ആരാ ഉള്ളത്? ആകെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. പിന്നെ നിനക്ക് പോരടിക്കാൻ നാത്തൂനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നീ പേടിക്കണ്ട, അവിടെ ഇപ്പൊ ആരും ഒളിഞ്ഞു നിൽക്കാൻ പോണില്ല. ശരി ഇക്ക. ഇക്ക, ഞാൻ നാളെ ഒന്നേ എന്റെ വീട്ടിലേക്ക് പോട്ടെ. ഞാൻ ഉമ്മാനെ കണ്ടിട്ട് കുറച്ചായില്ലേ, കണ്ടിട്ട് വരാ. പൊയ്ക്കോ, അതിനെന്താണ്? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നീ പൊയ്ക്കോ. പിന്നെ പോകുമ്പോഴേ ഉമ്മാന്റെ അടുത്തും ഉപ്പാന്റെ അടുത്തും പറഞ്ഞിട്ട് പോട്ടാ. ഞാൻ ചോദിക്കാം. ശരി. പിന്നെ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ നീ കടന്നുറങ്ങിക്കോ. ശരി. ഉമ്മ, ഞാനന്ന് എന്റെ വീട്ടിലേക്ക് പോട്ടെ. ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് വരാം. വൈകുന്നേരം ആവുമ്പോഴേക്കും വരാം. ഉമ്മ 2 ദിവസമായി വിളിക്കണതേ, അതാണ്. പോണാ? നീ ഷെമീറിനോട് പറഞ്ഞാ? പറഞ്ഞുമ്മ. എന്നാ ശരി, പോയിട്ട് വാ. ഞാൻ കൊണ്ടാക്കി തരാം, മോളൊറ്റയ്ക്ക് പോണ്ട. വേണ്ടപ്പാ, അധികം ദൂരമൊന്നുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് വരാം. ഞാൻ സ്കൂട്ടിയിൽ പോയിട്ട് വരാം. അല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കില്ല, അതാണ് ഞാൻ കൊണ്ടാക്കി തരാ പറയണത്. എന്നാ പിന്നെ ഇപ്പൊ കൊണ്ടാക്കും മോളെ. വേണ്ടമ്മ, ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഞാൻ പോയിട്ട് വരാം. വെറുതെ എന്തിനാ ഉപ്പ വരുന്നത്? ശരി, പോയിട്ട് വാ. നിങ്ങളെന്താന്ന് ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ തന്നെ നോക്കി നിക്കണത്? അല്ലടി, മരുമകള് പോയിട്ട് കുറെ നേരമായല്ലോ, ഇതുവരെയായിട്ടും കാണാനില്ലല്ലോ. നേരമാണെങ്കിൽ മോന്തിയാകാറായി, അതാണ് നോക്കണത്. അവളിങ്ങടെ വരുമ്പോ വരുമല്ലോ. നിങ്ങൾ എത്ര നേരമായി അവിടെ നോക്കി നിക്കണത്? നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കും. മരുമകളെ കൊണ്ടുള്ള ഒരു സ്നേഹം. വരുന്നുണ്ട്. എന്താ മോളെ ഇത്ര നേരം? ആകെ ടെൻഷനായി. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നുപ്പാ, അതാണ്. വണ്ടി കാട്ട്, ഞാൻ നിർത്താം. മോള് പോയിട്ടേ ചായയോ വെള്ളമോ വല്ലതും കുടിക്കി പോ. അതെ, എപ്പോ? ശരി, ഞങ്ങൾ വരാം. സൈനപ്പ, നിങ്ങൾ വേഗം റെഡിയാവ്. അമ്മായിക്ക് സുഖമില്ലാണ്ടേ, അമ്മായി ഐസിയുലാണത്രേ. നമുക്കൊന്ന് പോയിട്ട് വേഗം നോക്കിയിട്ട് വരാം. വേഗം റെഡിയാവും. എന്നാ പിന്നെ നമുക്ക് പോകുമ്പോഴേ സബിനെയും കൊണ്ടുപോവുക. അവളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? വേണ്ട, സഭയൊന്നും വരണ്ട. ആ കുട്ടി ഇവിടെ ഇരുന്നോട്ടെ. വെറുതെ എന്തിനാ ആ കുട്ടിനെ വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വെറുതെ അവിടെ എത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. വേഗം റെഡിയാവും. ശരി മോളെ, വാതിലൊക്കെ നന്നായിട്ട് അടച്ചിട്ടിരിക്കട്ടാ. പരിചയമില്ലാത്ത ആര് വന്നാലേ വാതിൽ തുറക്കണ്ട. ഞങ്ങളിന്ന് പോയിട്ട് വരാം. ശരി മാ. മോളെ, വാതിലടച്ചു വന്നോ? ശരി. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാതിൽ തുറക്ക്, ഞാൻ വേഗം പറഞ്ഞിട്ട് പോയിക്കോളാം.
എനിക്കൊന്നും കേൾക്കണ്ട, വേഗം ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പാണ് വിളിച്ചപ്പോ പറയൂ. ഫോൺ വിളിച്ച് പറയുകയൊക്കെ ചെയ്തോ, പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടേ വേണമെങ്കിൽ ആരിനും വേണമെങ്കിലും വിളിച്ചോ. നിന്റെ മനസ്സിൽ ഞാനൊരു മോശപ്പെട്ട വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ സമൂഹം അങ്ങനെയാണല്ലോ, നല്ല ആൾക്കാരിനെയൊക്കെ മോശപ്പെട്ട വ്യക്തികളായിട്ടും മോശപ്പെട്ട ആൾക്കാരിനെയൊക്കെ നല്ല വ്യക്തികളായിട്ടല്ലേ കാണുള്ളൂ. ശരിക്കും നീ പേടിക്കേണ്ടതേ എന്നെയല്ല, നിന്റെ ഭർത്താവിന്റെ ഉപ്പയുണ്ടല്ലോ അയാളുടെയാണ്. അയാളുടെ മനസ്സിലിരിപ്പേ നിനക്ക് അറിയാണ്ടാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് നോക്കിയത്, പക്ഷെ നീ അന്ന് കേൾക്കാൻ നിന്നില്ല. ഇപ്പോഴെങ്കിലും പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. നീ പേടിക്കേണ്ടത് എന്നെയല്ല, നിന്റെ ഭർത്താവിന്റെ ഉപ്പാനെയാണ്. അയാളെ നിന്റെ മകളായിട്ടും മരുമകളായിട്ടും ഒന്നുമല്ല കാണുന്നത്, അയാളുടെ കണ്ണിലൊക്കെ വേറെ ചിന്തകളാണ്. ഒരിക്കൽ ഞാനേ സബി, ആ അമ്മ. ഇക്ക, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഫോൺ കട്ട് ചെയ്യണ്ട. ആരുമില്ല. ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. എനിക്ക് വെറുതെ തോന്നിയതായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം, ആരിനെ വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നൊക്കെ. ഇനി വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഫോൺ ചെയ്തോ. മോളെ സബി, സബി, വാഗം തുറക്ക്. മോളെ സബി, വാഗം തുറക്ക്. ഇവളെവിടെ പോയി വാഗനൊക്കെ അടച്ചിട്ട്? അവിടെ തന്നെ ഉണ്ടാവും, നീ വിളിച്ചു നോക്ക്. സബി, വാഗം തുറക്ക് മോളെ.